ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. ഐ സീ യു ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഹായ് സെൻസേ. ഹായ്. ഓക്കെ, നിങ്ങൾ ചോദ്യം ചോദിക്കണമെന്ന് മുമ്പ് ആദ്യം മനസ്സിലാക്കുക, നമ്പർ 1 ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. അത് കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. എൻ്റെ അടുത്ത് ഒരു അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാൻ അഡ്വൈസ് തരില്ല, പക്ഷേ ഐ വിൽ ആസ്ക് യു ആൻഡ് ഐ വിൽ ഗിവ് യു ദ ലൈറ്റ്സ്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. ഓൾറൈറ്റ്, ഗുഡ്. ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ what is that you want to achieve? ഒരു കൺവെർസേഷനിൽ, ഒരു 15 minutes കൺവെർസേഷനിൽ what is that you want to achieve? എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് എന്റെ ഉള്ളിൽ അറിയാത്ത എന്തെങ്കിലും ലൈക്ക് എനിക്ക് ഇപ്പം എനിക്ക് അറിയാത്ത ഏതെങ്കിലും കഴിവ് എൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ട്. എനിക്ക് എന്റെ ഡിസിഷനിൽ തന്നെ എനിക്ക് ഉറപ്പില്ലാത്തൊരവസ്ഥയാണ്. സോ അപ്പം അതിലെന്തെങ്കിലും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വെദർ യു ഹാവ് എനി പൊട്ടൻഷ്യൽ, ഹിഡൻ പൊട്ടൻഷ്യൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. നിങ്ങളെ പേര് പറയണ്ട, സ്ഥലം പറയണ്ട, ഒന്നും പറയണ്ട. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ. ഈ ഒരു പൊട്ടൻഷ്യൽ അറിയാനുള്ള കാരണം എന്താ? അറിയാനുള്ള കാരണം എനിക്ക് വലുതാകുമ്പം ഒരു ബിസിനസ് ഓൺട്രപ്രണർ ആവണം, നല്ലൊരു സാലറി മേടിക്കണം. സാലറി പോലെ അല്ല, പ്രോഫിറ്റ് മേക്കിംഗ് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലാണ് എനിക്ക് ആവാൻ താല്പര്യം. എന്താവാണല്ലോ once again ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു, രണ്ടാമത് എന്താ പറഞ്ഞു? ഈ സാലറി ഇപ്പം എംപ്ലോയി ആവാനല്ല, എനിക്ക് സാലറി മേടിക്കാനല്ലേ, ഒരു പ്രോഫിറ്റ് പോലെ മേടിക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പം അതിനെനിക്ക് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഫാഷൻ ഡിസൈനർ ആയിട്ട് എടുക്കണോ, പക്ഷെ ഫാഷൻ ഡിസൈനർ ഒന്ന് പറഞ്ഞു നിങ്ങൾ ബിസിനസ് ഓൺട്രപ്രണർ ആവാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ എംപ്ലോയി ആവാൻ താല്പര്യമില്ല. മൂന്നാമത്തെ ഒരു കേസും കൂടെ പറയാം. വാട്ട് ഇസ് വൈ? ഈ ഒരു പർപ്പസ് എന്താണ്? പൊട്ടൻഷ്യൽ അറിയാനുള്ള പർപ്പസ്. മൂന്നാമത്തെ കാരണം നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ അറിയാനുള്ള മൂന്നാമത്തെ പർപ്പസ് എന്താണ്? മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുമ്പം മനസ്സിലായില്ല സർ. എന്തിനാണ് നിങ്ങൾ ഉള്ളിലുള്ള ഹിഡൻ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഉള്ളിലുള്ള കഴിവ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ എന്റെ സംസാരിക്കണത്. അപ്പൊ ഒന്ന് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത് അറിയണം എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ എനിക്ക് സാലറി വാങ്ങിക്കാനല്ല, അതിൽ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അംഗീകരിച്ചു. രണ്ടാമത്തെ നിങ്ങൾ ഓൺട്രപ്രണർ ആവണമെന്ന് പറഞ്ഞു, അതും അംഗീകരിച്ചു. മൂന്നാമത്തെ കാരണം നിങ്ങൾ ഉള്ളിലുള്ള കഴിവ് തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ കാരണം എന്താ? എനിക്ക് എന്നോട് തന്നെ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഇതാണ്. ഞാനിപ്പോ എന്തെങ്കിലും തോന്നി എനിക്കൊരു പേടിയാണ്, എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാല് ഇതായി ഫെയിൽ ആയി പോവോ, ഞാൻ എടുക്കുന്ന ഡിസിഷൻ റോങ് ആവോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എനിക്ക്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ഫിയർ ഉണ്ട്, ട്രസ്റ്റ് ഇല്ല. അതെ അതെ, യെസ്. കൺഫ്യൂഷൻ, ഫിയർ, ഇൻട്രസ്റ്റ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ കൂടുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ കിട്ടിയെന്നുള്ള എപ്പോഴാണ് തോന്നുക? കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, ഫിയർലെസ് ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ. അതാ ഞാൻ ചോദിച്ചത്. അതായത് കോൺഫിഡൻസ് വളരുമ്പോൾ, ഫിയർ ഇല്ലാതാവുമ്പോൾ, ട്രസ്റ്റ് വളരുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വന്നു എന്നുള്ള തോന്നൽ വരുമോ? എന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിഞ്ഞു കഴിയുമ്പം ഞാൻ കോൺഫിഡന്റ് ആവും, ഫിയർലെസ് ആവും. എനിക്ക് എന്നെ ഒരു വിശ്വാസം വന്നു തുടങ്ങും എന്താ ഉള്ളതെന്ന് അറിഞ്ഞു കഴിയുമ്പോ.
ഓക്കെ, ഗ്രേറ്റ്. ഇതുവരെ നിങ്ങൾ ചെയ്തതിൽ വിജയിച്ച 5 കാര്യങ്ങൾ പറയാം. ഞാൻ സാധാരണ 3 കാര്യങ്ങളാണ് ചോദിക്കല്, ഞാൻ 5 കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഇന്ന് വരെ വിജയിച്ച, നിങ്ങളെ പേരോ നിങ്ങളെ ഏജ് ഒന്നും പറയണ്ട, ഇതുവരെ വിജയിച്ച ഒരു 5 കാര്യങ്ങൾ പറയാം. ഞാൻ ഡ്രൈവിംഗ് ചെയ്ത് നല്ല ഒരു ഡ്രൈവർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കരാട്ടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ കരാട്ടയിലെ ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ അച്ചീവ് ചെയ്തിട്ടുള്ളതെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ അച്ചീവ്മെന്റ് ഒന്നും എനിക്കില്ല. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ, ഞാൻ നല്ല ഡാൻസ് ചെയ്യും. പിന്നെ അത്യാവശ്യം ഡ്രോയിങ് വലിയതായിട്ടൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം ഡ്രോയിങ് ചെയ്യും. നല്ല വായിക്കാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്, അല്ലാതെ വേറെ കഴിവൊന്നും. നല്ല ഇൻട്രസ്റ്റ് ആണ്, ഡ്രോയിങ് നന്നായി ചെയ്യും, റീഡ് നന്നായി ചെയ്യും, ഡാൻസ് നന്നായി ചെയ്യും, കരാട്ടയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, ഡ്രൈവിംഗ് നന്നായി ചെയ്യും. ഇപ്പം വർക്ക് ചെയ്യണ്ടോ എവിടെയെങ്കിലും? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. എന്താ ചെയ്യണത്? ഞാൻ പഠിക്കുകയാണ്. ഓക്കെ, എന്തിനാ പഠിക്കണത്? ഞാൻ +2 കഴിഞ്ഞു. ജോയിൻ ചെയ്തോ? ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ല, ജോയിൻ ചെയ്തില്ല. ഓക്കെ, +2 ജോയിൻ ചെയ്യാത്ത കാരണം എന്താ? അത് ആയിട്ടില്ല, ടൈം ആയിട്ടില്ല? ഞാൻ നിഫ്റ്റ് എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഓക്കെ, എൻട്രൻസ് എന്തിനാ എഴുതുന്നത്? നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പൊ നിങ്ങൾക്ക് അപ്പം ഫാഷൻ ആണെന്ന് മനസ്സിലല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ പാഷൻ അവിടെ? എനിക്ക് അത് അവിടെ പാഷൻ, എനിക്ക് അവിടെ അതിലൊരു കഴിവ്, ടാലന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എടുത്തു കഴിഞ്ഞാൽ തന്നെ പഠിച്ചു കഴിയുമ്പം ഇത് എന്റെ സ്കോപ്പ് അല്ലെന്ന് എനിക്ക് തോന്നിയാലോ എന്നുള്ളൊരു പേടി. അതാണ് നിങ്ങളുടെ ടൈമൊക്കെ വേസ്റ്റ് ആയില്ലേ? പാരന്റ്സിന്റെ മണി വേസ്റ്റ് ആയില്ലേ? നിങ്ങളെ എഫേർട്ട് വേസ്റ്റ് ആയില്ലേ? ആ നേരം കൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇത് ജോയിൻ ചെയ്യാൻ? എനിക്കറിയില്ല, അറിയാൻ ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫാഷൻ ഡിസൈനിങ് എടുക്കാനുള്ള കാരണം, അതിന് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാൻ ഫാഷൻ ഡിസൈനർ ആയിട്ട് അതില് എന്താ സംഭവം അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ലക്ഷറി ബ്രാൻഡായിട്ട് തുടങ്ങിയ ഒരു ഓൺട്രപ്രണർ ആവാനായിരുന്നു എന്റെ പ്ലാൻ. ഓക്കെ, അതിപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളെ പൊട്ടൻഷ്യൽ ഇല്ലേ? അതിൽ നിങ്ങൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ, ഒരു ബിസിനസ് ഓൺട്രപ്രണർ, ഫാഷൻ ഡിസൈനിങ്ങിലായിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്, ബട്ട് എനിക്കതില് ഓവറായിട്ട് ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ടോ, ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഓവർ എക്സ്പെക്ടേഷൻ എന്താ ഉള്ളത്? ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ഒറ്റ ഇതിൽ തന്നെ ഞാൻ സക്സസ്ഫുൾ ആവുമോ, ചിലപ്പോ എന്തായാലും ഞാൻ എന്തായാലും ചെയ്യുന്നതിനകത്തൊരു പിഴവ് കാണും, എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന എടുത്താൽ ഞാൻ എത്തുവോ, എന്റെ പാരന്റ്സിന് എനിക്ക് പ്രൗഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, ഇതുവരെ പ്രൗഡ് ആക്കിക്കണോ പാരന്റ്സിനെ? എനിക്കറിയത്തില്ല. ഇത്രയും കാലം പ്രൗഡ് ആക്കിയിട്ടുണ്ടോ? ഞാൻ പ്രൗഡ് ആക്കിയിട്ടുണ്ട്, ആക്കി കാണും, ചിലപ്പോ ആക്കി കാണില്ല. എനിക്കതിലൊന്നും അറിയില്ല. അല്ല, ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് നിങ്ങളൊരു ബിസിനസ് ലീഡർ ആയി കഴിഞ്ഞാൽ, ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആയി കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും. ഞാൻ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അവരാവും. ഓക്കെ, ഒരു ലെറ്റ്സ് സേ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് എടുത്തില്ല, ഒരു നല്ലൊരു എംപ്ലോയി ആയി മാറുമെന്ന് വിചാരിക്കുക. ഓക്കെ, എംപ്ലോയി ആയിട്ട് മാറാമെന്ന് വിചാരിക്കുക, അവർക്ക് സന്തോഷം ഉണ്ടാവും? ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് വിജയിച്ചാലും അവർക്ക് സന്തോഷമായിരിക്കും. നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിലും എംപ്ലോയർ ആണെങ്കിലും അവർ സന്തോഷിക്കും. ഇസ് ദാറ്റ് റൈറ്റ്? യെസ്. ഓക്കെ, ഇനി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ 0 to 10 എത്ര സന്തോഷം ഉണ്ടാവും? 5 to 6. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ എത്രയായിരിക്കും നിങ്ങളുടെ സന്തോഷം? 10, 9. ഓക്കെ, ഇനി ഞാൻ 3 ഓപ്ഷൻ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ഡ്രൈവിംഗ് എക്സ്പേർട്ടായി മാറുമെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്പർ 2 നിങ്ങൾ ഒരു കരാട്ടെ എക്സ്പേർട്ടായി മാറാമെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ ഒരു ഫാഷൻ ഡിസൈനിങ് എക്സ്പേർട്ടായിട്ട് മാറാമെന്ന് വിചാരിക്കുക. നാലാമത്തെ ഒരു ബ്ലാങ്ക്, നമ്മൾ പറയുന്നില്ല, ഒരു ബ്ലാങ്ക് കോളം വയ്ക്കുക. അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാം. നിങ്ങളൊരു കരാട്ടെ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ 0 to 10 എത്രയായിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ്? 8. ഓക്കെ, ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് അക്കാഡമി, ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവിംഗ് മാത്രം ചെയ്യുന്ന ഒരു അക്കാഡമി എന്തെങ്കിലും ആണെങ്കിൽ അതിൽ എന്തായിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ്?
4 to 6. 4 to 6. 6 ഇടാം. ഫാഷൻ ഡിസൈനിങ്? ഫാഷൻ ഡിസൈനിങ് 10. 10. ഞാൻ തന്ന സ്കെയിൽ 1 മുതൽ 10 മാത്രമേ ഉള്ളൂ. 10ന് മേലെ ഞാൻ തന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ 10 നിങ്ങൾ 10ൽ 10 നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് തന്നെ പറഞ്ഞു. ശരിയല്ലേ? അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഫാഷൻ ഡിസൈനർ ആവാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഓക്കെ. ഇനി അറിയപ്പെടുന്ന, കാരണം ഞാൻ ഫാഷൻ ഡിസൈനിൻ്റെ ഒരാളല്ല, അപ്പോൾ അറിയപ്പെടുന്ന ഒരു 3 ഫാഷൻ ഡിസൈനർ അല്ല ഒരു ഫാഷൻ ഡിസൈനർ പേര് പറയാമോ? അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനേഴ്സ് ഇന്ത്യയിലെ കോക്കോ ചെനയിലൊക്കെ, പിന്നെ ലൂയി വിറ്റോണിന്റെ സിഇഒയുടെ പേര് ഞാൻ ടോം ഫോർഡ്, പിന്നെ ഡൊണാറ്റെല്ല. എനിക്ക് ഇവരൊന്നും അറിയില്ല കേട്ടോ, എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ തല ആട്ടെന്ന് മാത്രമേ, എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾ അവരെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ലൈഫ് സ്റ്റൈൽ അറ്റ്ലീസ്റ്റ് ലൈഫ് സ്റ്റൈൽ പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ടുണ്ടോ? ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ടോ? അവരുടെ ഡിസൈൻസ് ഒക്കെ എനിക്ക് അതുപോലെ ചെയ്യണം. അവര് പണ്ട് മുതലേ ഈ ഡിയോർ ഒക്കെ പണ്ട് മുതലേ അവര് പണ്ട് ലൈക്ക് വളരെ പണ്ട് തുടങ്ങിയിട്ടാണ് അവർ ഇത്ര വലുതായത്. ലൂയി വിറ്റോൺ പണ്ട് തുടങ്ങിയിട്ട് ഇപ്പോഴല്ലേ വിജയിക്കുന്നത്, അങ്ങനെയാണോ പറഞ്ഞത്? അതെ അതെ അതെ. പണ്ട് തുടങ്ങി അപ്പോഴേ വിജയിച്ചു. ബട്ട് ദേ ആർ ലൈക്ക് സോ ലക്ഷറി, ഭയങ്കര റിച്ച് ആയിട്ടും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ലൂയി വിറ്റോൺ, ഡിയോർ ഒക്കെ. എനിക്ക് അതുപോലെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഷുവർ ഷുവർ. പക്ഷെ അവർ പെട്ടെന്ന് ഒറ്റ രാത്രി ആണോ, ഓവർനൈറ്റ് സക്സസ് ആണോ അവർക്ക് ഉണ്ടായത്? അല്ല അല്ല, ടൈം എടുത്തിട്ടുണ്ടല്ലോ. അതെ. തെറ്റിട്ടുണ്ടാവില്ലേ? ഒരുപാട് തെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ആ തെറ്റുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ തെറ്റ് ചെയ്യാൻ റെഡിയാണോ? അതെ. അതിന് പഠിക്കാൻ റെഡിയാണോ? അതെ അതെ. നിങ്ങൾ ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ട്, ഇപ്പൊ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞു, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫാഷൻ ഡിസൈനിങ് അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ വരുന്നുണ്ടോ? ഫാഷൻ ഡിസൈനിങ് അല്ലാണ്ട് ബിസിനസ് തുടങ്ങണം. ഫാഷൻ ഡിസൈനിങ് ബിസിനസ് അല്ലേ? അതെ അതെ. ഓക്കെ. ഫാഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിങ്ങൾ ഓൺടർപ്രണർ എന്ന് പറഞ്ഞു, കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു, ബിസിനസ് എന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ്സിൽ അതിൽ എന്തായാലും ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, മണി ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? അതെ അതെ. പക്ഷേ ഈ ഒരു നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? കസ്റ്റമേഴ്സിന്, ക്ലയൻസിന്, സൊസൈറ്റിക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്? അവർക്ക് എന്ത് കിട്ടും നിങ്ങളിൽ നിന്ന്? വാട്ട് ഈസ് ദറ്റ് യു ഗോയിങ് ടു പ്രൊവൈഡ്, ഫോർ വിച്ച് യു ഗോയിങ് ടു ചാർജ്? നിങ്ങൾ എന്തായാലും ചാർജ് ചെയ്യാൻ പോകണല്ലേ? അപ്പൊ എന്താണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്? അവർക്ക് കൊടുക്കാൻ പോകുന്നത് ലൈക്ക് ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഒരു ബാഡ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജി, അതായത് ഞാൻ ഒരിക്കലും വൾഗർ ആയിട്ടുള്ള ഒരു ഡിസൈൻസും എനിക്ക് ചെയ്യണമെന്ന് ഒട്ടും താല്പര്യമില്ല. ഐ വാണ്ട് ടു ബി ലൈക്ക് എലഗന്റ്. പിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രിറ്റി, ബ്യൂട്ടിഫുൾ, ഫാബുലസ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതായിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ എന്നെ ഒരിക്കലും എന്റെ ബിസിനസ് പ്രോഫിറ്റ്, പൈസ അങ്ങനെയുള്ള ഒരു ബിസിനസ് ആയിരിക്കില്ല. ഇഫ് ദേ ലൈക്ക് ഇറ്റ് ദേ വിൽ ബൈ ഇറ്റ്. അങ്ങനെ ഒരു ഇതിനകത്താണ്. എനിക്ക് ഒരിക്കലും കള്ളത്തരം ചെയ്ത് ബിസിനസ് തുടങ്ങണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്റെ ഡിസൈൻസ് ഒക്കെ ലൈക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് അങ്ങനെ വളരാനാണ് താല്പര്യം. അല്ല ചിലവരൊക്കെ ചെയ്യുന്നത് പോലെ എന്താ പറയാ, മാഫിയ അങ്ങനെ കുറച്ച് ഇല്ലീഗൽ പരിപാടി ചെയ്തിട്ട് വലിയൊരു ബിസിനസ് ആവുക, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എല്ലാവരുടെയും മനസ്സിൽ എന്റെ ഒരു ബിസിനസിന്റെ പേര് പറയുമ്പോഴേ ലൈക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് എല്ലാവർക്കും അറിയണം എന്ന നെഗറ്റീവ് ആയിട്ടുള്ള, പോസിറ്റീവ്ലി നല്ലൊരു ബിസിനസ് ആണ്, നല്ലൊരു ആളാണ് നടത്തുന്നത്, അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. വെരി ഗുഡ്. ഒരു 12th സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഇത്രയും ക്ലിയറും ക്ലാരിറ്റിയോടുകൂടി പറയുമ്പോൾ ദാറ്റ് മീൻസ് യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് റിസർച്ച് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇസ് ദാറ്റ് റൈറ്റ്? യെസ്. And that's your dream. There's no doubt about it. അത് നിങ്ങളുടെ ഡ്രീം ആണ്. That's why you're talking more about it. Is that right? നിങ്ങൾ വേറെ എന്തെങ്കിലും ബിസിനസിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ല, പറയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞോ? വേറെ എനിക്ക് ആക്ച്വലി വേറെ ബിസിനസ് ഒന്നും എന്റെ മൈൻഡിൽ വരുന്നില്ല. അത് വരാതെ ഇരിക്കട്ടെ ഞാൻ പറയുള്ളൂ.
Okay. അത് വരാതിരിക്കട്ടെ. വൈ? ബിക്കോസ് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം കേട്ടോ. രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, Okay. നിങ്ങൾക്ക് അതിന് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം, അതിന് മാർക്കറ്റിൽ അതിന് വാല്യൂ ഉണ്ടായിരിക്കണം. റൈറ്റ്? Yes. അതിന് നിങ്ങൾ ഇപ്പോൾ ചാർജ് ചെയ്യാൻ പോകണം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ചാർജ് ചെയ്യാൻ ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കണം. റൈറ്റ്? അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കണം. വെദർ Yes. യു ഗോയിങ് ടു സെൽ ഇറ്റ് 1000 rupees or lakhs നിങ്ങൾ സെൽ ചെയ്യുമ്പോൾ ആ മാർക്കറ്റിന് അത് ഒരു വാല്യൂ കൽപ്പിക്കണം. ആ വാല്യൂക്ക് അനുസരിച്ചുള്ള നിങ്ങൾ ചാർജ് ചെയ്യണം. ആ ചാർജ് പേ ചെയ്യാൻ പറ്റുന്ന ക്ലയൻസും കസ്റ്റമേഴ്സും ഉണ്ടായിരിക്കണം. ഇസ് ഇറ്റ് റൈറ്റ്? Okay. Yes. അത് കൂടാതെ നിങ്ങൾക്ക് നല്ല പാഷൻ ആയിരിക്കണം. Yeah. ഒരു നിങ്ങൾ പറഞ്ഞ 2-3 വാക്കുണ്ട്. നോ നെഗറ്റീവ്, നോ വൾഗർ, ഇറ്റ് ഹാസ് ടു ബി എലഗന്റ്, പ്രിറ്റി ബ്യൂട്ടിഫുൾ, പ്രോഫിറ്റിന് ഫോക്കസ് ചെയ്യാത്ത. അപ്പോൾ ഈ 2 വാക്കുകൾ, ഒന്ന് എലഗന്റ് നിങ്ങൾ പറഞ്ഞു, ഒന്ന് പ്രിറ്റി ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്നുള്ളത്. ദാറ്റ് മീൻസ് യു ക്യാൻ, നിങ്ങളൊരു എൻഡ് റിസൾട്ട് കാണുന്നുണ്ട് ഓരോരോ സ്റ്റഫിനും. അത് ബ്രൈഡ് ആയിരിക്കാം, റൈറ്റ്? അത് ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളൊരു പ്രിറ്റി ബ്യൂട്ടിഫുൾ ലേഡി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നുള്ള രീതിയിലല്ലേ കാണുന്നത്. ദാറ്റ്സ് ഹൗ യു ഗോയിങ് ടു ഡിസൈൻ. ഇസ് ദാറ്റ് കറക്റ്റ്? Yes. Yes. Will you feel proud of yourself? Of course. 0 to 10, how No much? doubt. No doubt. Like അപ്പം നിങ്ങൾ 0 to ആരായിട്ടുള്ള 10. 10 out of 10. അപ്പം ഞാൻ എൻ്റെ സ്നേഹത്തോട് വിളിക്കട്ടെ മോളെ. ഗോ ഫോർ Yeah. ഇറ്റ്, ഗോ ഫോർ Okay. ഇറ്റ്. ഡോണ്ട് ഗെറ്റ് ഡീവിയേറ്റഡ്. അതിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാൻ പറ്റും മോൾക്ക്. Fashion design ne patti. Yes, more and Yeah. more. Do studies, start now itself. അതായത് even before you start your company, learn more about it. Learn about the marketplace. അതിൻ്റെ challenges എന്തൊക്കെയാണ്. ആരുടെ പോയി പഠിക്കണ്ട. Don't invest any amount. What you do first is for നിങ്ങൾ കോളേജിൽ എന്തായാലും പഠിക്കണ്ടാവും. Definitely they're going to teach you. But however, you take the initiative every single day. Would you be able to spend X number of hours to educate yourself? Yes. I'll tell you, you'll become a champion. Thank you. Are you happy? Yes, I'm happy. Was this conversation worthful? Yes. Look, nalla worth it. Thank you very much. I wish you all the best. Thank you, sir. Thank you.